ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി വന്നിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ചെറുവാൾക്ക് ഇന്ന് എത്ര നാൾ വരാണ്ടിരുന്നത് അതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ പറയാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറയാമെന്ന് ഇവിടെ പട്ടിക്കുണ്ട് തേങ്ങ. നല്ല ഇരുട്ടാണ്, 4:30 ഇവിടെ വാച്ചൊന്നും ഇല്ല. എന്നാലും വെറുതെ ഫ്ലോയിൽ കാണിച്ചതാണ്. ഫോണിലുണ്ട് വാച്ച്. അപ്പോൾ നടക്കുമ്പോൾ പറയാം. ഗൈസ്, അപ്പോൾ നമ്മൾ നടന്ന് 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 4:45 4:45 വലിയ ടൈമൊന്നുമല്ല. എന്നാലും ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ എടുക്കാനൊന്നും പറ്റാനില്ല. അതാണ് ഫ്ലാഷ് ഓൺ ആക്കി വീഡിയോ എടുക്കണേ. അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. അപ്പോൾ കണ്ടില്ലേ, ഭയങ്കര ഇഷ്ടമായി. അതാണ് വീഡിയോ എടുക്കാൻ പറ്റാത്ത. പിന്നെ വെറുതെ ഇരുട്ട് കാണിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. കുറച്ചായിട്ട് വെളിച്ചായിട്ട് വരാം. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് തോന്നുമ്പോൾ അങ്ങനെയൊന്നും തോന്നില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് വെളിച്ചായിട്ട് വരാം. ഇത് കളയും. ഗായ്സ്, അപ്പോൾ നമ്മൾ നടന്ന് 5:15. പക്ഷെ അവിടെ എത്തിയിട്ടില്ല, വെളിച്ചവും വന്നിട്ടില്ല. തേങ്ങ അത് കാരണം വീഡിയോ എടുക്കാനും പറ്റണില്ല. പിന്നെ 5 മണിക്ക് കോഴി പോകുമെന്ന് പറയുന്നുണ്ട്. ഈ കോഴിയൊന്നും കോണില്ലേ, ഒറ്റങ്ങളൊക്കെ കിടന്ന് ഉറങ്ങാവുന്നുണ്ട്. അയ്യോ, പിന്നെ ഒറ്റങ്ങൾക്ക് ഉറങ്ങണ്ടല്ലേ, അതും ശരിയാ. ഒറ്റങ്ങൾ കിടന്ന് ഉറങ്ങട്ടെ. 5 മണിയായി, വെളിച്ചൊന്നും വരുന്നില്ല. സൂര്യനെ എഴുന്നേൽപ്പിക്കാൻ ഇപ്പം ഞാൻ പോകേണ്ട അവസ്ഥയാവും ഇനി. തേങ്ങ കോഴി പോകാണ്ട് വെളിച്ചം വരുന്നില്ല. അങ്ങോട്ട് കാണിച്ചേ. കണ്ട, ഇവിടെ നമ്മൾ നടക്കണ ഒരു വഴിയിൽ നിന്നാണ്. ചെറിയൊരു പാലാണ്. അപ്പോൾ വെളിച്ചവും ഇല്ല, തേങ്ങ ഒന്നുമില്ല. അപ്പോൾ ഇനി നടക്കാം. വെളിച്ചം വന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് എല്ലാം പറഞ്ഞുതരാം. എന്താ വീഡിയോ ഇടാണ്ട് തന്നെ അതൊക്കെ പറഞ്ഞുതരാം. അയ്യോ, വെളിച്ചം വരട്ടെ, ഒന്ന് പ്രാർത്ഥിക്കും. അതിന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളെപ്പോൾ പ്രാർത്ഥിക്കാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇപ്പം പ്രാർത്ഥിക്കട്ടെ, ഞാൻ തന്നെ പ്രാർത്ഥിച്ചോളാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ചെറുവാളെത്തി. എന്നാലും വെളിച്ചമായിട്ടില്ല, കോഴി എഴുന്നേറ്റിട്ടില്ല. എൻ്റെ തക്കതായ ഡൗട്ട്, ഇവിടെയൊന്നും കോഴിയില്ല. അത് തന്നെയാണ് എനിക്ക് തോന്നണേ, ഇവിടെയൊന്നും കോഴിയില്ല. അപ്പോൾ കോഴിയില്ലാത്ത കാരണം നമ്മൾ വെളിച്ചം പ്രതീക്ഷിക്കണല്ലേ. ആവുമ്പോൾ ആവട്ടെ, വേറെ സ്ഥലത്ത് കോഴിക്ക് സൂര്യൻ എണീക്കുകയാണെങ്കിൽ എണീക്കട്ടെ. എനിക്ക് വയ്യ പോവാൻ, തൊണ്ടൊക്കെ അടഞ്ഞിരിക്കുക. അപ്പോൾ ചെറുവാൾ ഗ്രൗണ്ട് കാണിച്ചു. നമ്മൾ ചെറുവാൾ ഗ്രൗണ്ട് കാണാനല്ല കേട്ടോ വന്നിട്ട്, ഡാം കാണാൻ. മാനം പറയും ഒന്നും കാണാനൊന്നും പറ്റില്ല. അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ ഉണ്ട്. ഇതന്നെ ചെറുവാൾ ഗ്രൗണ്ട്. അവിടെ വരെ ഉണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം. തിരിച്ച് വരുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം എന്തായാലും നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. അത്യാവശ്യം വലിയ ഗ്രൗണ്ട് ഉണ്ട്. ഇടയ്ക്ക് ടൂർണമെൻ്റൊക്കെ നടക്കും. അയ്യോ, ഇനി ഇവിടുന്ന് ഒരു കുറച്ചും കൂടി പോയാൽ മതി. ഇനി ഇവിടുന്ന് റോഡാ. ഇപ്പം നമ്മൾ ഒരു ഇടവഴിയാണ് വന്നേ. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി പോയാൽ മതി. അപ്പം ചെറുവാള് വേറൊന്നല്ല, ചായ കുടിക്കണം ഈ തണുപ്പത്ത്. പിന്നെ ചായയുടെ അപ്പം എന്തിട്ടാ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. തണുപ്പത്ത് ചായ മാത്രമായിട്ട് കുടിക്കണം. പക്ഷെ ചായയുടെ ഒപ്പം പരിപാടിയൊന്നും കഴിക്കില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ വേറൊന്നും വെച്ചിരിക്കുകയാണ്. അമ്പലത്തിൽ പാട്ടൊക്കെ ഉണ്ട്. അപ്പം ഇഷ്ടപ്പെടാൻ പാടാം. പാട്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. അതിനിടയ്ക്ക് എൻ്റെ സൗണ്ട് കേൾക്കണം. പാട്ടെല്ലാം കേൾക്കണ്ടേ, ഞാൻ പറയുന്നതാണ് കേൾക്കണ്ടേ. വേണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോ അമ്പലത്തിൽ. നല്ലത്, എല്ലാവരും പ്രാർത്ഥിക്കുക അമ്പലത്തിൽ. അപ്പൊ ഇതാണ് ചെറുവാൾക്ക് പോണ വഴി. ഈ ബോർഡൊക്കെ 2 ദിവസം കഴിയുമ്പോൾ മാറ്റും. പിന്നെ വരുന്ന വഴിക്ക് പട്ടികളുടെ എന്തായിരുന്നു ശല്യായിരുന്നു. പട്ടികളെ കൊണ്ട് നടക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി എനിക്ക്. പട്ടികൾ ഭയങ്കര ശല്യമായിരുന്നു. ഞങ്ങൾ പിന്നെ ഫോണൊക്കെ ഊരി വെച്ച് സെൽഫി സ്റ്റിക്ക് നിർത്തി. അപ്പോൾ പിന്നെ പട്ടി കണ്ട് കുറേ പറിച്ചിട്ട് പോയി. അത് കാരണം എനിക്ക് പ്രശ്നമില്ല. പിന്നെ എന്നെ കണ്ടാരും വരുന്നില്ല. പട്ടിയൊന്നും എന്നെ കണ്ടപ്പോൾ മറ്റേ പുലിമുരുകൻ കണ്ടിട്ടില്ലേ, ഞാൻ ഒന്ന് മുട്ടുകുത്തും, എന്നിട്ട് ഇരിക്കും. അപ്പോൾ അവറ്റകൾ രണ്ടെണ്ണം ഇപ്പുറത്തും വന്ന് കിടക്കുകയാണ് പതിവ്. ഞാൻ പിന്നെ തള്ളുന്നതെന്നൊക്കെ തോന്നും. അത് ശരിയാണ്. അയ്യോ, ഇനി ഇവിടുന്ന് വളവ് ഇനി നേരെ പോയാൽ മതി. ചെറുവാളെത്തി. അങ്ങനെ പക്ഷെ ചെറുവാളും കോഴികളില്ല.
അത് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കോഴി മീൻസ് കളക്ഷൻ അടിച്ച് കോഴി ഉണ്ടാക്കലല്ല, ചെറുപാടും കോഴികളില്ല. പിന്നെ ഞാൻ പറയാനുള്ള കാര്യം അവിടെ എത്തിയിട്ട് ഇരുന്നിട്ട് പറയാം, നടന്ന് പറയാനാണ്. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ ചെറുവാളെത്തിയതാണ്. ചെറുവാള് പാലം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് ചെറുവാള് പാലം. അങ്ങനെ നമ്മൾ ചെറുവാളെത്തിയ കുറേ നേരം ഇരുന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നേരം വെളുപ്പിച്ച് അങ്ങനെ നമ്മൾ ചെറുവാളെത്തി. അപ്പോൾ ഇത് കാണാനാണ് നമ്മളിവിടെ വരെ വന്നത്. ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല വൈബാണ് കാണാൻ. ഒരു ഷട്ടർ മാത്രമേ തുറന്നിട്ടുള്ളൂ. അയ്യോ, വെള്ളമൊക്കെ കുറഞ്ഞു ഇപ്പോൾ. എന്താ പണ്ട് വരുമ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടാവാറുണ്ട്, വെള്ളം കുറഞ്ഞു എന്ന് പറയുള്ളൂ ഞാൻ. അയ്യോ, അപ്പോൾ ഇതാണ് ചെറുവാൾ ഡാം, മാനകുഴി എന്ന് പറയും. അയ്യോ, പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് ചായക്കട അന്വേഷിച്ചു. ചായക്കട ചോദിച്ചപ്പോൾ ഇവിടെ ഒന്നും ഇല്ല, കുറേ അങ്ങോട്ട് പോകണം. അങ്ങനെ പറഞ്ഞു ഇനി അങ്ങോട്ട് പോകാനൊന്നും വയ്യ, അപ്പം വീടിൻ്റെ അടുത്ത് എന്തുണ്ട് കുടിക്കും. ആണ് ചെറുവാള് ഡാമാണ് ഇത്, പാലം. അയ്യോ, നമുക്കിനി അടിയിലേക്ക് ഇറങ്ങിയിട്ട് കാണാം. ഓ ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ അടിയിലേക്ക് ഇറങ്ങി. അടിയിൽ നിന്നുള്ള വ്യൂ ഇതാണ്. നല്ല തണുപ്പൊക്കിൻ്റെ ഇവിടെ വന്നിരിക്കാൻ നല്ല എയിമാണ് ഇരിക്കാൻ. അപ്പോൾ നമുക്കിനി കാര്യത്തേക്ക് കിടക്കാം. ഞാൻ പറയാമെന്ന് പറഞ്ഞ കാര്യം അപ്പോൾ എന്താണ് കാര്യം, നമ്മൾ വീഡിയോ കണ്ടിരുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു വീഡിയോ എടുത്തു. അതിന് മുമ്പ് ഉണ്ടായത് നമ്മുടെ ചാനൽ തുടങ്ങി 2-3 ദിവസം ഡിസ്പ്ലേ തന്നെ അടിച്ചുപോയി. ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചുപോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫോൺ കടയിൽ കൊടുത്തിട്ട് കാശൊക്കെ ഉണ്ടായില്ല വാങ്ങാൻ. അപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിയില്ല, വേറെ ഫോൺ ഉണ്ടായിരുന്നു. അതിലാണ്ട് തന്നെ ഫോൺ ഉണ്ടായിരുന്നു. എനിക്ക് ബാക്കിയൊന്നും പറഞ്ഞില്ല, കറക്റ്റ് വയ്ക്കാൻ പോവുക. അപ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ട് കാരണം ചിലപ്പോൾ കേൾക്കൊന്നുമില്ല. ആരും കേട്ടില്ലെങ്കിൽ ഞാൻ വോയിസ് ഒരു ഇതാക്കി കേട്ടിട്ട് തരാം, വീഡിയോ നമുക്ക് കേൾക്കാം. അപ്പോൾ അങ്ങനെ ഡിസ്പ്ലേ അടിച്ചു പോയി. അത് കഴിഞ്ഞ് കുറച്ചാളെ ഫോൺ വാങ്ങി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ വരുമ്പോൾ ഫോൺ തരില്ല എന്ന് പറഞ്ഞു. അത് കാരണം അവന് ഫോൺ തന്നില്ല. അത് കഴിഞ്ഞ് കൂട്ടുകാരൻ്റെ അപ്പം ചെറുവാൾക്ക് വന്നു. അത് കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തെല്ലാം ശരിയായി ഇതായിപ്പോൾ അവൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ പോയി, ഫുള്ള് ഇതായിപ്പോയി, വീഡിയോ പോയി, അങ്ങനെ പോയി. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നു. അങ്ങനെ പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നു. ഇപ്പോൾ കുറേ നാളായി ഞാനൊക്കെ ഒരു 2 മാസം മുമ്പൊക്കെയാണ് നമ്മൾ കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ എടുക്കുന്നതായിട്ട്. പക്ഷെ അത് പോയി. പിന്നെ ഇപ്പോഴാണ് വന്നത്. പിന്നെ ഇപ്പോൾ ഒന്നും കാണിക്കുന്നു. അതന്നെ ഉണ്ടായി. നമ്മളെവിടെ എന്ത് പരിപാടി തുടങ്ങി വെച്ചാൽ കുറച്ചേറെ കഴിയുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. വെച്ചപ്പോഴേക്കും സ്റ്റോപ്പായി. അപ്പോൾ കടയിൽ കൊടുത്ത് അങ്ങനെ വാങ്ങി കാശുണ്ടായില്ല. പിന്നെ അങ്ങനെ അത് പിന്നോടാണ് വിചാരിച്ച് നമ്മൾ തുടങ്ങി. ഇപ്പോൾ നിൽക്കാം. അയ്യോ, അപ്പോൾ നമ്മൾ ചെറുപാട് ടിവിയൊക്കെ വന്നിട്ട് തന്നെ ഇരുട്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ പറഞ്ഞ മാതിരി ചായ കടയൊന്നും ഇല്ല, വെറുതെ ഇങ്ങനെ ഇരിപ്പം തന്നെ. പോണ വഴിക്ക് പറഞ്ഞിട്ട് അവിടെ കുടിക്കും, അല്ലാതെ കുടിക്കാൻ പറ്റില്ല. ഇവിടേക്ക് വരാൻ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 3.5 കിലോമീറ്റർ ഉണ്ട്. തൃശ്ശൂർ ജില്ലയിൽ കുക്കാട് ചെറുപാട് മാനന്തവാടി കാണിക്കുന്നത്. അയ്യോ, പിന്നെ അടുത്ത വീഡിയോ ഉണ്ടാവും. ചാനലിൻ്റെ പേര് മാറ്റുന്നതാണ്, വേറെ കിട്ടണം. ഈ വീഡിയോയിലേക്ക് പേര് മാറിയിട്ടുണ്ടാവും. ഇതിൻ്റെ പ്രത്യേകിച്ച് പറയാനില്ല, ഇത് കാണാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്.
നമുക്കെല്ലാവരും കണ്ടില്ലേ ഞാൻ ഗ്രൗണ്ട് കാണിച്ചല്ല ഫോട്ടോ അടിച്ച് അടുത്തിട്ട് കാണിച്ചല്ല ലാസ്റ്റ് ഞാൻ കൊടുക്കാം. അയ്യോ അടുത്ത വീഡിയോ ഉണ്ടാവും പ്രതീക്ഷിക്കാം. നാളല്ലേ ഇന്ന് പറയാൻ പറ്റിയാലോ അടുത്ത വീഡിയോ ഉണ്ടാവും. അയ്യോ ഒരിക്കലും ഏടിക്കാനൊക്കെ പഠിക്കാവുള്ളൂ. വീഡിയോ എടുക്കാനെന്ന് വെച്ചാലോ വീഡിയോ എടുക്കാൻ പറ്റിയ ഫോണിലേക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയാലോ. അപ്പം അങ്ങനെ അടുത്ത വീഡിയോ ചെയ്തു തരും എന്തായാലും വരണമല്ലോ. അതൊരിക്കലും പറയണേ. അയ്യോ പിന്നെ ഈ വീഡിയോക്ക് എന്നിട്ടാ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഈ വീഡിയോക്ക് ക്ലാരിറ്റി പ്രശ്നം സൗണ്ട് പ്രശ്നം അതൊക്കെ എനിക്ക് പറയാം. ചായ കുടിക്കുന്നത് പറഞ്ഞാലേ എനിക്ക് ബോറടിക്കില്ല. പിന്നെ തന്നെ തന്നെ പറഞ്ഞു എനിക്കാണെങ്കിൽ വേറൊന്നും പറയാനും കിട്ടില്ല. അപ്പം ശരി ബൈ ബൈ. ഓക്കെ ബൈ 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 ബൈ.